പോലീസ് ഗ്രനേഡ് എല്ലാ റോഡുകളും അടച്ചു, മെട്രോ ബ്ലോക്ക് ചെയ്തു, എല്ലാവിധ വഴികളും അവർ അടച്ചുപൂട്ടി. പക്ഷേ ജനങ്ങളും മക്കളിങ്ങനെ ഒഴുകിയെത്തുകയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വരുംകാലത്തിനും വേണ്ടിയിട്ട് അവർ ഒത്തുകൂടുകയാണ്. എത്ര തടുക്കാൻ ശ്രമിച്ചിട്ടും അവരെ തടുക്കാൻ കഴിയുന്നില്ല. അതിനു മുമ്പ് സോനം വാങ്ചുകിനെ എന്ന് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നോ അന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന അന്ന് മുതൽ ഈ സമരം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലാതെ പിന്നെ ആരിത് ലോകത്തോട് വിളിച്ചു പറയും. എന്തായാലും അവിടെ ഇപ്പോൾ ഫിലിം സ്റ്റാർസും മറ്റുള്ള ആളുകളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ മനസ്സിലായി BJPക്ക് ഇത് കയ്യിന്ന് പോയി എന്നുള്ളത്. കാരണം അവിടെ മക്കളെ ഗ്രനേഡ് ഉപയോഗിച്ചിട്ടും ലാത്തി ചാർജ് ഉപയോഗിച്ചിട്ടൊക്കെ ഗുണ്ടകളെ ഇറക്കി നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത പോലീസുകാരും പട്ടാളക്കാരും ആക്കി മാറ്റുമ്പോൾ ജനങ്ങളെ മുമ്പിൽ ഒരു പട്ടാളം ഒന്നല്ല, അവർ ഒത്തൊരുമിക്കാൻ തീരുമാനിച്ച പലയിടത്തും നമ്മൾ കണ്ടാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ ആ കൊട്ടാരം ഇട്ടിട്ട് ഓടിപ്പോയ പ്രസിഡന്റിനെ നമ്മൾ കണ്ടാണ്. പല രാജ്യത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു നേതാവിനും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ മറ്റേ ആ സിനിമാ നടൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു വരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2014 തിരിച്ചു പോയിട്ട് ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ് മാറ്റും, ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒഴിവാകുന്ന പറയുന്നത്. ഇവിടെ ചേരുമ്പോൾ അതും വിദ്യാഭ്യാസത്തിനെതിരെ വരുന്ന സമയത്ത് ഇവിടുത്തെ മക്കള്, നിങ്ങൾ പറയണ പൂക്കി മക്കളാണെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവരുടെയൊക്കെ യഥാർത്ഥ വില നിങ്ങൾ അറിഞ്ഞു തുടങ്ങി. നിങ്ങൾ ഈ പ്രശ്നം അവിടെ അവസാനിച്ചു എന്ന് തോന്നുന്നിടത്താണ് ഈ സമരത്തിന്റെ വിജയം തുടങ്ങുന്നത്. അവിടെ ആള് കൂടാൻ തുടങ്ങി. നിങ്ങൾ എവിടെയൊക്കെ ശരിക്കും പറഞ്ഞല്ലോ രോമാഞ്ചാണ് അവിടെ ഇത്രയും ആളുകൾ കൂടി